Welcome to BSc Main Physics Semester 4. Classical Mechanics Unit 4 continues collision. And today we see what is called a collision cross-section. The topic of discussion today is collision cross-section. In collision chapter, scattering chapter, Classical Mechanics Semester 4, BSc Main Physics students. So let us see what is called a collision cross-section. Collision cross-section we can see first. So it is written there collision cross-section. Collision cross-section, or we call it as collision of cross-section of elastic scattering. Cross-section of elastic scattering, that is the title. You see the diagram, a block of a substance is shown, a carbon block or a metallic block. And here on the left side, incident particles are represented. Incident particles, maybe alpha particles or any such particle. And they are scattered. The incident particles, the particles are incident on the block, and from the block, the particles are scattered. And this is called collision, elastic scattering. And when we discuss this, there is a term coming, and that term is called a collision cross-section. ഇപ്പോൾ നമ്മൾ കൊളീഷൻ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ പറയും കൊളീഷൻ ഓഫ് ക്രോസ്-സെക്ഷൻ ഓഫ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്. ഇപ്പോൾ ഡിസ്കഷൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് ആണ്, അല്ലാതെ ഇലാസ്റ്റിക് സ്കാറ്ററിങ് അല്ല. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടേം നമ്മൾ പറയുകയാണ്, അതിനെ നമ്മൾ കൊളീഷൻ ക്രോസ്-സെക്ഷൻ എന്ന് പറയും. ആ കൊളീഷൻ ക്രോസ്-സെക്ഷൻ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. ഒരു ബ്ലോക്ക് ഓഫ് മെറ്റൽ. ആ ബ്ലോക്ക് ഓഫ് മെറ്റലിൽ റേഡിയേഷൻ, ഇപ്പോൾ ആറ്റംസ് ആണ് പോയിന്റ്സ് കാണിക്കുന്നത്. റേഡിയേഷൻസ്, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, ആരോ കൊണ്ട് കാണിച്ചിരിക്കുകയാണ്. ഇത് ആൽഫ പാർട്ടിക്കിളോ ഇലക്ട്രോണോ ന്യൂട്രോണോ ഒക്കെ ആകാം. അവ ഈ ബ്ലോക്കിൽ, മെറ്റാലിക് ബ്ലോക്കിൽ, കാർബൺ ബ്ലോക്കിൽ ഇൻസിഡൻ്റ് ആയി കഴിഞ്ഞാൽ അവ സ്കാറ്റർ ചെയ്ത് പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കാറ്ററിങ് ഈ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ, ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ, ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇവയുടെയൊക്കെ സ്കാറ്ററിങ്ങിനെ നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്നാണ് പറയുക. അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് കൊളിഷൻ ക്രോസ് സെക്ഷൻ. ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് കൊളിഷൻ ക്രോസ് സെക്ഷൻ. സോ വാട്ട് ഈസ് കൊളിഷൻ ക്രോസ് സെക്ഷൻ? പടം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക. And here is a definition for collision cross-section. Definition. Collision cross-section is the effective area presented by a target to the projectile to be scattered. It is defined and it depends on the speed of the incident particle. Collision cross-section is the effective area presented by a target to the projectile to be scattered. It depends on the speed of the incident particle. ഇപ്പോൾ കൊളിഷൻ ക്രോസ്-സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏരിയ ടേമിലാണ് അളക്കുന്നത്, എഫക്റ്റീവ് ഏരിയ. ഇപ്പോൾ നമുക്കറിയാം, ഈ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിനെ നമ്മൾ പ്രൊജക്റ്റിൽ എന്ന് പറയും. അത് വന്നു വീഴുന്ന ആറ്റം, ആ മെറ്റലിലെ ആറ്റം, അതിനെ നമ്മൾ ടാർഗറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പാർട്ടിക്കിൾ വന്ന് പതിക്കുമ്പോൾ ടാർഗറ്റിൽ എന്തുമാത്രം ഏരിയയാണ് ഓഫർ ചെയ്യുന്നത്, എന്തുമാത്രം ഏരിയയിലാണ് കോൺടാക്ട് ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റീവ് ഏരിയ, സഫലമായിട്ടുള്ള ഏരിയ, ആ ഏരിയയെ വിളിക്കുന്ന പേരാണ് കൊളിഷൻ ക്രോസ് സെക്ഷൻ. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ. അത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് മാറിയാൽ ഏരിയ ഓഫ് കോൺടാക്റ്റ് മാറും. അങ്ങനെ കൊളിഷൻ ക്രോസ് സെക്ഷൻ മാറും. ഇപ്പോൾ കൊളിഷൻ ക്രോസ് സെക്ഷൻ അളക്കുന്നത് എഫക്റ്റീവ് ഏരിയ ആണ്. ടാർഗറ്റും ഇൻസിഡൻറ്റ് പാർട്ടിക്കിളും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന എഫക്റ്റീവ് ഏരിയ, അതിൻ്റെ ഒരു അളവാണ് കൊളിഷൻ ക്രോസ് സെക്ഷൻ. ഇൻ മെനി കേസസ്, എസ്പെഷ്യലി ഈ ന്യൂക്ലിയർ ഫിസിക്സ്, the exact nature of the force of interaction is not known. In such cases, cross-section is experimentally determined. അപ്പോൾ ഈ അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ, ന്യൂക്ലിയർ പാർട്ടിക്കിളിൻ്റെ കൊളീഷനിൽ ഈ ക്രോസ് സെക്ഷൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ്റെ നേച്ചർ കൃത്യമായിട്ട് അറിയാൻ പാടില്ല.
കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരം കേസിൽ ക്രോസ് സെക്ഷൻ അളന്നു കഴിഞ്ഞാൽ, എക്സ്പെരിമെൻറ്റിൽ പരീക്ഷണം വെച്ച് ക്രോസ് സെക്ഷൻ അളന്നാൽ നമുക്ക് ഇൻട്രാക്ഷൻ്റെ ഈ കൊളീഷൻ്റെ നേച്ചർ പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയും. അടുത്ത പോയിന്റ്, ദ പ്രോബബിലിറ്റി ഓഫ് സ്കാറ്ററിങ് ഇസ് ഗിവൺ ബൈ. അപ്പോൾ ഈ സ്കാറ്ററിങ്ങിന്, കൊളീഷന് ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ആ പ്രോബബിലിറ്റി അളക്കുന്ന ഫോർമുലയാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് സ്കാറ്ററിങ് ഈസ് ഗിവൺ ബൈ, യു റീഡ് ഇറ്റ് കറക്റ്റ്ലി, പ്രോബബിലിറ്റി ഓഫ് സ്കാറ്ററിങ് ഈസ് ഗിവൺ ബൈ പി ഇസ് ഈക്വൽ ടു NSE ബൈ NI. ആ SSE എന്നുള്ള സഫിക്സ് ആകട്ടെ, NSC ബൈ NI, ഇക്വേഷൻ നമ്പർ 1, where NSC is the number of particles scattered and NI is the number of particles incident. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സ്കാറ്ററിങ് നമ്മൾ അളക്കുന്നത് ഒരു റേഷ്യോ ആയിട്ടാണ്. ആ റേഷ്യോ ഇങ്ങനെ എഴുതുന്നത്, P is equal to NSC ബൈ NI. NSC എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ്, NI എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ്. അപ്പോൾ എപ്പോഴും സ്കാറ്റേർഡ് പാർട്ടിക്കിൾ എണ്ണം കുറവായിരിക്കും. ഇനി ഇവരുടെ തുല്യമാണെങ്കിൽ, ഈ NSCയും NIയും തുല്യമാണെങ്കിൽ, ഇഫ് NSC ഈക്വൽ ടു NI, then probability of scattering P is equal to 1. അപ്പോൾ ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ ഇവിടെ വരുന്നത്. ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഡെഫിനിഷൻ ഓഫ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ സിഗ്മ സി. ഇപ്പോൾ ആ പ്രോബിലിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഒരു ഇക്വേഷൻ പറയുകയാണ്. സിഗ്മ SC ഈക്വൽ ടു NSC by I, equation number 2, where NSC is the number of particles scattered per unit scatterer per unit time. ഇപ്പോൾ യൂണിറ്റ് ടൈമിൽ ഒരു സിംഗിൾ സ്കാറ്ററർ സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് എണ്ണമാണ് ഇവിടെ NSC എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സ്കാറ്റർഡ് പാർട്ടിക്കിൾ. ആൻഡ് I is the number of particles incident. ഈ I എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻസിഡൻ്റ് ആണ്, പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ വീഴുന്ന പാർട്ടിക്കിളുടെ എണ്ണമാണ് I. അതിനെ നമ്മൾ ഫ്ലക്സ്, ഇൻസിഡൻറ്റ് ഫ്ലക്സ് എന്ന് വിളിക്കും. ഇനി മറ്റൊരു ക്രോസ് സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനാണ് പറയുന്നത് NSC ബൈ എന്നുള്ളത്. ഇനിയൊരു മറ്റൊരു ക്രോസ് സെക്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയും. ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ അത് സിഗ്മ SC തീറ്റ എന്ന് പറയും. ഒരു തീറ്റ കൂടി ബ്രാക്കറ്റിൽ സഫിക്സ് ആയിട്ട് ചേർക്കണം, സിഗ്മ SC തീറ്റ. ഇറ്റ് ഈസ് ഗിവൺ ബൈ സിഗ്മ SC തീറ്റ ഈസ് ഈക്വൽ ടു NSC തീറ്റ ബൈ I. ആ SC തീറ്റ എന്നുള്ള സഫിക്സ് ആണ് കേട്ടോ. സിഗ്മ SC തീറ്റ ഈസ് ഈക്വൽ ടു NSC തീറ്റ by I. Equation number 3, where NSC theta is the number of particles per unit scatter per second, then angle theta. I is the incident flux. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ ഇവിടെ ഒരു തീറ്റ കൂടി ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ ഈ +2 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കാറ്ററിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രോബ്ലം നോട്ട് ഇവിടെ ചോദിക്കാറുള്ളതാണ്, അതുകൂടി പറയണം. ഇപ്പോൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നമ്മൾ പൊതുവായി പറഞ്ഞു കഴിഞ്ഞു, സിഗ്മ SC പറഞ്ഞു, അതുപോലെ സിഗ്മ SC തീറ്റയും പറഞ്ഞു. ഇനി പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഇയർ. അതായത് ഈ റദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റക്ട് ന്യൂക്ലിയസ് or study properties of atomic nucleus that you have studied, and that experiment is taken as a collision process and we define scattering cross section. So we say here alpha particle scattering cross section. അപ്പോൾ നമ്മൾ ഈ +2 ക്ലാസ്സിൽ അറ്റോമിക് ന്യൂക്ലിയസ് പഠിക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലൂടെ റദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതിലൂടെയാണ് എല്ലാ ആറ്റമിനും
ഒരു സെൻട്രൽ കോറുണ്ട്, ഒരു സെൻട്രൽ പോസിറ്റീവ് കോറുണ്ട്. ആ പോസിറ്റീവ് കോറിനെ ന്യൂക്ലിയസ് എന്ന് പറയും. ആ ന്യൂക്ലിയസിൽ മാസ് ഓഫ് എൻ്റയർ ആറ്റം കോൺസെൻട്രേറ്റഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു സ്കാറ്ററിങ്ങിൻ്റെ കൊളീഷൻ എക്സാമ്പിളാണ്. അവിടെ കൊളീഷൻ ക്രോസ് സെക്ഷൻ ഡിഫൈൻ ചെയ്യും. അത് ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്: സിഗ്മ ഈസ് ഈക്വൽ ടു ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ 4t0 സ്ക്വയർ കൊസീസ് റൈസ് ടു 4 കൊസീക്ക് റൈസ് ടു 4 തീറ്റ ബൈ 2. The alpha particle scattering cross section is given by sigma is equal to k square by 4t0 square cosec raised to 4 theta by 2, where t0 is the kinetic energy about the center of mass prime. K is a constant, q1 q2 by 4 pi epsilon 0, and theta is the scattering angle. ഇപ്പോൾ Q1 Q2 എന്ന് പറഞ്ഞാൽ ഇൻസിഡൻ്റ് പാർട്ടിക്കിളിൻ്റെയും അതുപോലെ തന്നെ സ്കാറ്ററർ അവിടെ ചാർജുകളാണ്. ഇപ്പോൾ കെയുടെ വാല്യൂ Q1 Q2 by 4 pi epsilon 0 ആണ്. T0 ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്. തീറ്റ സ്കാറ്ററിംഗ് ആംഗിൾ. ഇപ്പോൾ ഇക്വേഷൻ ഓർക്കുക: സിഗ്മ ഈസ് ഈക്വൽ കെ സ്ക്വയർ ബൈ 4t0 സ്ക്വയർ കൊസീക് റൈസ് ടു 4 തീറ്റ ബൈ 2. അപ്പോൾ അതാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇത് വെച്ച് ഒരു പ്രോബ്ലം നമ്മുടെ +2 അല്ല, ഇവിടെ BScയുടെ ഒരു ക്വസ്റ്റ്യനായിട്ട് നേരത്തെ ചോദിച്ചതാണ് പ്രോബ്ലം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. നമ്മൾ നേരിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫൈൻഡ് ദി സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ സിഗ്മ ഓഫ് ലെഡ്. കേട്ടോ, ഓഫ് ലെഡ് എന്ന് വായിക്കണേ. ഓഫ് ലെഡ് എന്നാണ് LED. ആ എല്ല് മറഞ്ഞിരിക്കുകയാണ്. ഓഫ് ലെഡ് ബ്രാക്കറ്റിലുണ്ട് PB. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നത് കേട്ട് വേണം. ഫൈൻഡ് ദി സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ സിഗ്മ ഓഫ് ലെഡ് ബ്രാക്കറ്റിൽ PB. എന്നിട്ട് ബ്രാക്കറ്റിൽ കുറേ ഡേറ്റ, PBയുടെ ഡേറ്റയാണ്. Z is 82, A is 207. ലെഡിൻ്റെ അറ്റോമിക് നമ്പർ 82 ആണ്, മാസ് നമ്പർ 207 ആണ്. 7 MeV alpha particle scattering 2 theta is 30 degree. അപ്പോൾ ഈ സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ 30ൽ സ്കാറ്റർ ചെയ്യുന്ന 7 MeV അതിൻ്റെ എനർജിയാണ്, കൈനറ്റിക് എനർജി. 7 MeV എനർജി ഉള്ള ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദി സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ സിഗ്മ ഓഫ് ലെഡ് PB. Z is 82, A is 207 for 7 MeV alpha particle corresponding to theta equal to 30 degree. So you simply write the formula. You have to by heart. Sigma is equal to k square by 4t0 square cosec raised to 4 theta by 2. Here T0, the initial kinetic energy of alpha particle. T0 is 7 MeV, 7 into 1.6 into 10 raised to minus 13 joule is equal to 11.2 into 10 raised to minus 13 joule. That is T0. And what is K? K we write in the next step. K is equal to Q1 Q2 by 4 pi epsilon 0. We have written, we have seen Q1 is the charge of alpha particle and Q2 is the charge of, or Q1 is the charge of target particle and Q2 is the charge of alpha particle. ടാർഗറ്റിൻ്റെ ചാർജാണ് ZE, അതാണ് ZE കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൽഫയുടെ ചാർജാണ് 2E, 2 ഇലക്ട്രോൺ ചാർജ്, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കി അവിടെ ZE × 2 എന്ന് വായിക്കണം കേട്ടോ. ZE × 2E എന്നാണ്, അല്ലാതെ ZE എന്നല്ല. ZE × 2E. ആൽഫയുടെ ചാർജ് 2 ഇലക്ട്രോൺ ചാർജാണ്, 2 ഇലക്ട്രോൺ ചാർജ്. അതിൻ്റെ ഇലക്ട്രോണിക് വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ് ആൽഫയുടെ. അപ്പോൾ ZE × 2E by 4 pi epsilon 0. അപ്പോൾ Z, അപ്പോൾ 2 × 2 താഴെയും മുകളിൽ ക്യാൻസൽ ചെയ്തിട്ട് ZE square by 2 pi epsilon 0 എന്ന് കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Z 82 ലെഡിൻ്റെ വാല്യൂ ആണ്. അറ്റോമിക് നമ്പർ ഇൻറ്റു 1.6 into 10 raised to minus 9 സ്ക്വയർ by 2 pi 2 into 3.14 into epsilon 0 8.85 into 10 raised to minus 12
which will work out as 3.778 into 10 raised to minus 26. That's the value of k. So you see here, k is found by the relation k is equal to q1 q2 by 4 pi epsilon 0. q1 we take as Zd and q2 we take as charge of alpha particle. Zd is the charge of nucleus in the block. And the value calculated is found to be 3.778 into 10 raised to minus 26. And also given theta is equal to 30 degree. So how will you find cosec theta? Cosec theta by 2. Cosec theta by 2 is equal to cosec 30 by 2 is equal to cosec 15. Cosec 15 is equal to 3.863. Cosec 15 കാണുന്നതിന് സൈൻ 15 കണ്ടാൽ മതി, എന്നിട്ട് റെസിപ്രോക്കൽ എടുക്കണം. കാരണം 1 by sin is cosec. 1 by sin. 1 by sin is cosec. Isn't it? So you find cosec 15. 1 by cos is sec, 1 by tan is cot, 1 by sin is cosec. So you take cosec 15. For that we take sin 15 and take the reciprocal 3.863. We get the answer. Therefore sigma is equal to all values we have found. Therefore sigma is equal to k square by 4t0 square into cosec raised to 4 theta by 2. That is 3.778 into 10 raised to minus 26 the square by 4 into 11.2 into 10 raised to minus 13 square into cosec raised to 4 theta by 2. 3.863 raised to 4. That is 1.58 into 10 raised to minus 26 meter square. That is sigma, which is the answer. ഇതിനകത്ത് നമുക്ക് ഈ കൊളീഷൻ്റെ അടുത്തായിട്ട് പഠിക്കേണ്ടത് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നൊരു ടേമാണ്. ഇമ്പാക്റ്റ് പാരാമീറ്റർ, ദിസ് ഈസ് ഓൾസോ എ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഇമ്പാക്റ്റ് പാരാമീറ്റർ ഡെഫിനിഷൻ. ഇമ്പാക്റ്റ് പാരാമീറ്റർ What is impact parameter? And there is a sentence, we can read it. Define impact parameter. Again, it is, let's have a look. Oh, it is argue to show that. You have to argue, you have to say. Shall read a define impact parameter, argue. This is a university question, that is why that word is coming. Argue to show that a large impact parameter leads to smaller scattering angle.
ഇമ്പാക്റ്റ് പാരാമീറ്റർ കൂടുതലാണെങ്കിൽ അത് കുറവ് സ്കാറ്ററിംഗ് ആംഗിളിനെ കാണിക്കും എന്ന് ആർഗ്യൂ ചെയ്യാം. So you see the question, define impact parameter, argue to show that a large impact parameter leads to a smaller scattering angle. അപ്പോൾ നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ പടം വരച്ചിരിക്കുകയാണ്. ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഒരു ന്യൂക്ലിയസ് കാണിച്ചിരിക്കുന്നു. ഇമ്പാക്റ്റ് പാരാമീറ്റർ പടത്തിൽ നമ്മൾ കാണിക്കുകയാണ്. തീറ്റ സ്കാറ്ററിംഗ് ആംഗിളാണ്. പിന്നെ ഒരു ന്യൂക്ലിയസ് കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ മിഡിൽ കൂടി പോകുന്ന ഒരു ഡോട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു പാർട്ടിക്കിൾ വന്ന് കൊളൈഡ് ചെയ്യുന്ന പടമാണ് ബി അകലത്തിൽ. നടക്കുന്ന ബി അകലത്തിൽ ഒരു ആരോ കാണിച്ചിട്ടുണ്ടോ നമ്മൾ. ഒരു ആൽഫ പാർട്ടിക്കിൾ വന്ന് കൊളൈഡ് ചെയ്യുന്ന പടമാണ്. എന്നിട്ട് ആ ആൽഫ പാർട്ടിക്കിൾ വന്ന ദിശയിൽ നിന്ന് തീറ്റ ചരിഞ്ഞു പോകും. തീറ്റയെ നമ്മൾ സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയും. ആൽഫ പാർട്ടിക്കിളാണ് പോകുന്നത്. പിന്നെ അത് ആ ഡയറക്ഷനാണ് വെലോസിറ്റി ഡയറക്ഷൻ. ആ വരുന്ന ഡയറക്ഷൻ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വെക്ടറാണ്. തീറ്റ അത് മാറിപ്പോകുന്ന ഡയറക്ഷനാണ്. അപ്പോൾ ആ നടക്കുന്നുള്ള അകലമുണ്ടോ, ആ പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യാൻ വരുന്ന പാർട്ടിക്കിളിൻ്റെ അകലം ന്യൂക്ലിയസിൽ. അപ്പോൾ ന്യൂക്ലിയസിൽ നേരിട്ട് വന്ന് കൊളൈഡ് ചെയ്യണമെന്നില്ല, മാറിപ്പോയാലും മതി, അങ്ങനെയല്ലേ പറയുന്നത്. കൊളീഷൻ എന്ന് പറഞ്ഞാൽ, സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അറ്റോമിക് പാർട്ടിക്കിളിലേക്ക് വരുമ്പോൾ അത് നേരിട്ട് വന്ന് ന്യൂക്ലിയസിൽ ഇടിക്കണ്ട, മറിച്ച് വന്നിട്ട് വളഞ്ഞു പോയാലും മതി. അവിടുത്തെ ശക്തമായ ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മൂലം അത് മാറിപ്പോയാലും മതി. അപ്പം അങ്ങനെ മാറിപ്പോകുന്ന രീതിയിലുള്ള കൊളീഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിൾ വരുന്ന പാത്തും ആ മിഡിൽ ലൈനും ന്യൂക്ലിയസിൻ്റെ അടുക്കൂടിയുള്ള ഡോട്ടർ ലൈനും തമ്മിലുള്ള അകലം, ആ അകലത്തെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ബി എന്നാണ്, സ്മോൾ ബി. അത് പടത്തിൽ താഴെ കാണിച്ചിട്ടുണ്ട്. ബി ഇസ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ന്യൂക്ലിയസ് ആണ് ആ ലൈൻ ഇട്ടിരിക്കുന്ന സർക്കിൾ. ആൽഫ മേപ്പോട്ട് പോകുന്നു. ആ ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ ഡയറക്ഷനാണ് മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഡോട്ടർ ലൈൻ വെച്ച് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ഡെഫിനിഷൻ? അപ്പോൾ എത്രമാത്രം അകലെ വരുന്നു എന്നുള്ളതാണ്. ആ ന്യൂക്ലിയസിന് സെൻറ്ററിൽ നിന്ന് പാർട്ടിക്കിൾ എത്രമാത്രം അകലെ മാറിയാണ് കൊളീഷന് വേണ്ടി വരുന്നത്, അതിനെയാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ യു ലുക്ക് ഹിയർ. In alpha particle scattering experiment, an alpha particle is scattered. An alpha particle is scattered by an atomic nucleus. In alpha particle scattering experiment, an alpha particle is scattered by an atomic nucleus. Then impact parameter is defined as the distance of the initial velocity vector of alpha particle from the center of the nucleus when the particle is far away from the nucleus. It is represented as B. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. The impact parameter is defined as the distance, perpendicular distance of the initial velocity vector of alpha particle from the center of the nucleus when the particle is far away from the nucleus. പടം നോക്കുമ്പോൾ മനസ്സിലായി. അതായത് നമ്മൾ ആ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ കാണിച്ചിരിക്കുന്ന ഡോട്ടർ ലൈൻ, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ മുകളിൽ കൂടി വന്നിട്ട് വളഞ്ഞ് തീറ്റയിൽ പോവുകയാണ്. അപ്പോൾ ആ വരുന്ന വെലോസിറ്റി വെക്ടർ ഡയറക്ഷനും ഈ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ അകലം ബി ആണ് ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്മോൾ ബി എന്ന പടത്തിൽ കാണിച്ച അകലം, അതിനെ വിളിക്കുന്നവർ ഇമ്പാക്റ്റ് പാരാമീറ്റർ. We can again read it. The impact parameter is defined as the distance of the initial velocity vector of alpha particle from the center of the nucleus when the particle is far away from the nucleus. It is impact parameter is represented as B. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ ഇമ്പാക്റ്റ് പാരാമീറ്ററിന്. The angle of deviation of alpha particle from its initial path is called scattering angle. അപ്പോൾ ഇനിഷ്യൽ പാത്തിൽ നിന്ന് എത്ര മാറിയാണ് ഈ ഇത് വരുന്നത്, ഇത് സ്കാറ്റർ ചെയ്ത് പോകുന്നത്, ആ ആംഗിളിനെ സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയും. Rutherford derived a relation connecting impact parameter and scattering angle theta as Rutherford derived a relation connecting impact parameter and scattering angle as
B, small b is equal to 1 by 4 pi epsilon 0 z d square by E cot theta by 2. 1 by 4 pi epsilon 0, you know, 9 into 10 raised to 9. Z atomic number, E charge of electron, small a, capital E is energy of electron, cot theta by 2. Not cosec, cot theta by 2. Theta is scattering angle. Adi look, where E is half mv square is the kinetic energy. ഇവിടെ നമുക്ക് ടീച്ചർ എന്ന് വെച്ചാലും മതി, പകരം E എന്നായിരിക്കുന്നത്. E is half mv square, the kinetic energy of alpha particle when it is far away from the atom. If it is too large, cot theta is large. Cot theta by 2 is large. ഇപ്പോൾ ബി ലാർജ് ആണെങ്കിൽ cot theta by 2 മുകളിലാണ് വരുന്നത്. അപ്പോൾ അത് ലാർജ് ആക്കണം. ദാറ്റ് ഈസ് tan theta by 2 is small. അപ്പോൾ cot theta by 2 ലാർജ് ആണെങ്കിൽ ഈ കോട്ടും ടാനുമായിട്ട് റിലേഷൻ 1 by tan ആണ്, അല്ലെങ്കിൽ tan ഈസ് 1 by cot ആണ്. അപ്പോൾ tan theta by 2 ഈസ് സ്മോൾ. cot theta by 2 ലാർജ് ആണെങ്കിൽ tan theta by 2 സ്മോൾ ആയിരിക്കണം. കാരണം കോട്ടും ടാനും റെസിപ്രോക്കലി റിലേറ്റഡ് ആണ്. ദാറ്റ് ഈസ് theta by 2 ആൻഡ് ഹെൻസ് theta ആർ സ്മോൾ. അപ്പോൾ tan theta by 2 സ്മോൾ ആണെങ്കിൽ theta by 2ഉം അതുപോലെ theta സ്മോൾ ആകണം. This shows that a large impact parameter leads to a small scattering angle. അതാണ് അതിൻ്റെ ഉത്തരം. ആർഗ്യൂ ദാറ്റ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ആർഗ്യൂ ദാറ്റ് നമ്മൾ വായിച്ചില്ലേ, അതിൻ്റെ ആൻസറാണ്. ഇനി ഇമ്പാക്റ്റ് പാരാമീറ്ററിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. An alpha particle is scattered through an angle of 10 degree on passing through a thin foil of copper. Z is 29. If the energy of particle is 5 MeV, what is the impact parameter? Look here, an alpha particle is scattered through an angle of 10 degree on passing through a thin foil of copper. Z is 29. 29. If the energy of the particle is 5 MeV, what is the impact parameter? So here the relation we write, B is Z square cot theta by 2 by 4 pi epsilon 0 E 1 by 4 pi epsilon 0, you know, it is 9 into 10 raised to 9. Atomic number of copper is 29. Electronic charge is 1.6 into 10 raised to minus 9. So it's square cot 10 by 2, cot 5 degree. And cot 5 degree, you see tan 5 from calculator and take the reciprocal, it will come as 11.43. By E, 5 MeV, 5 into 1.6 into 10 raised to minus 30. MeV നമ്മൾ ജൂളാക്കണം. അപ്പോൾ 1 MeV എന്ന് പറഞ്ഞാൽ 1.6 into 10 raised to minus 13 ജൂളാണ്. 5 MeV is 5 into 1.6 into 10 raised to minus 13 joule. And with calculation we get the answer 0.95 into 10 raised to minus 13 meter. Answer. That is all with your 27th class on classical mechanics. We continue this chapter in the next class. Thank you.